രാജ്യത്തെയും രാഷ്ട്രത്തിൻ്റെ സമ്പദ്ഘടനയെയുമെല്ലാം ഉപയോഗപ്പെടുത്തിയവർക്കെതിരെയാണ് സമരമുണ്ടായിട്ടുള്ളത് എങ്കിലും ആ സമരത്തെ സ്നിഗ്ധീകരിക്കുന്നത്, ആ സമരത്തെ സമർത്ഥമായി സഹായിക്കുന്നത്, ആ സമരത്തെ പിന്നിൽ നിന്നുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നത് സാമ്രാജ്യത്വമാണ് എന്നതുകൊണ്ട് തന്നെ ആ സാമ്രാജ്യത്വത്തിൻ്റെ ഈ കാര്യത്തിലുള്ള കൃത്യമായ കാഴ്ചപ്പാടും അതിൻ്റെ ലക്ഷ്യവും അറിഞ്ഞാൽ മാത്രമേ ഈ കാര്യത്തിൽ കൃത്യമായൊരു പ്രതികരണം രൂപപ്പെടുത്താൻ കഴിയൂ എന്നാണ് പൊതുവായി അക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഏതായിരുന്നാലും ഇതിനെതിരെ ഉള്ള ഒരു വിപ്ലവം എന്നുള്ള നിലക്ക് പൊതുവായി അവിടെയൊന്നും ഒരു ഇസ്ലാമിക രാഷ്ട്ര സംവിധാനമല്ല, ഇസ്ലാമികമായ നിയമങ്ങളുമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്, ഇസ്ലാമിക നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട രാജ്യങ്ങളുമല്ല, മുസ്ലിങ്ങൾ ജീവിക്കുന്ന ജനാധിപത്യ രാഷ്ട്രങ്ങൾ എന്നറിയപ്പെട്ട രാജ്യങ്ങളായിരുന്നു ഇവയെല്ലാം. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം രാജ്യങ്ങളിൽ ജനാധിപത്യത്തിന് വേണ്ടി നടക്കുന്ന ഒരു വിപ്ലവമായി മാത്രം താൽക്കാലികമായി ഇപ്പോഴുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയെ മനസ്സിലാക്കുവാൻ നിർവാഹമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വന്നിട്ടുള്ള വളരെ പ്രസക്തമായ ഒരു ചോദ്യം, വിവാഹ രംഗത്ത് ഈയിടെ കേട്ട ചില പ്രഭാഷണങ്ങളിൽ സ്ത്രീ പുരുഷന്മാരുടെ സ്വാതന്ത്ര്യം പൂർണ്ണമായി നിഷേധിക്കുന്ന തരത്തിലാണ്. വിദ്യാഭ്യാസ യോഗ്യതയും സംസ്കാരവുമുള്ള സ്ത്രീ പുരുഷന്മാർ നേരത്തെ